മീര മൈസെൽഫിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ നിലത്തിരുന്നിട്ട് പറയാന്ന് വിചാരിച്ചു. പണ്ട് അതെ നമ്മളാണ് തറ എന്ന് പറയണ കാര്യം. പക്ഷെ എന്താ അറിയോ, മുമ്പൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ നിലത്തായിരുന്നിരുന്നത് അല്ലേ? എല്ലാവർക്കും ഓരോ പലകയൊക്കെ ഉണ്ടാവുമായിരുന്നു മുമ്പ് നിലത്തിരുന്നത്. ഡൈനിങ് ടേബിൾ ഒന്നും ഇല്ലല്ലോ. ഹൈറ്റ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല വല്ലാതെ. അതെ, ഒതുങ്ങും. നമ്മള് കുറച്ച് കുനിഞ്ഞു കഴിക്കണു. അതുകൊണ്ട് ഇരിക്കും എണീക്കും ഒക്കെ ചെയ്യണ്ടല്ലോ. നിലത്ത് അടുപ്പാണെങ്കിൽ അപ്പോഴും നമ്മൾ ഒരുപാട് പ്രാവശ്യം എണീക്കണു ഇരിക്കണു. ഇങ്ങനെ ആകുമ്പോഴേ വയറ് നന്നിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റ് പോകും. അല്ല, അന്നത്തെ ഭക്ഷണങ്ങളും അങ്ങനെ തന്നെയായിരുന്നില്ലേ? സിമ്പിൾ ഭക്ഷണങ്ങളല്ലേ അല്ലേ? ചക്കക്കാലം വന്നാ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ തന്നെ, മാങ്ങക്കാലം വന്നാ മാങ്ങ. അതെ, അമ്മയുടെ തറവാട്ടിലൊക്കെ പറയേ മാങ്ങ, വെള്ളരിക്ക, ഈ ചക്കക്കുരു, അതുപോലെ മാങ്ങയും പഴുത്ത മാങ്ങയും വെള്ളരിക്കയും കൂടെ വയ്ക്കില്ലേ, പുളിശ്ശേരി മാതിരി, അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി, മാമ്പഴ പച്ചടി. അപ്പൊ പറയും ഇന്ന് മാങ്ങയും വെള്ളരിക്കയാണെങ്കിൽ നാളെ വെള്ളരിക്കയും മാങ്ങയാണ്. പിന്നെ പക്ഷെ അത് മടുപ്പില്ല. അല്ല, മടുപ്പില്ല അന്നത്തെ ആ രുചികൾക്ക്. അതാ ഞാൻ പറഞ്ഞത് അല്ലേ? ഇപ്പോഴൊക്കെ ഒരുതരം മസാലകൾ കൂടുതലല്ലേ. മാമ്പഴക്കൂട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിലേ അധികം പേർക്കൊന്നും ഇഷ്ടല്ല. അതിന്റെ രുചി അറിയുന്ന നമ്മളൊക്കെ ഈ ആ മാങ്ങയുടെ അണ്ടി അങ്ങനെ പിഴിയുന്ന കാണുമ്പോ കുട്ടികളൊക്കെ അഴന്നറിയും. അതൊരു വെറുപ്പ് പോലെ കുഴച്ചൊന്നില്ല. ചോറില് മാമ്പഴം കൂട്ടി കഴിച്ചിട്ടേ? അങ്ങനെ മാമ്പഴം നേരിട്ട് കൂട്ടി കഴിച്ചിട്ടില്ല. അച്ഛനൊക്കെ കഴിക്കായിരുന്നു. പുട്ടിൽ അങ്ങനെ കഴിച്ചു. ചോറില് കൂട്ടത്തിന് പകരം ഈ മാമ്പഴം പിഴിഞ്ഞ് കഴിച്ചിട്ട് പുട്ടിനും അങ്ങനെ പറ്റും, ചോറിലങ്ങനെ കഴിക്കില്ല. കഞ്ഞിയിലൊക്കെ എന്റെ അച്ഛനൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു ഗുണം എത്രയായിരിക്കും ശരീരത്തിന്. ചൂടും ഒന്നുമില്ല. അല്ല, ഓരോ കാലാവസ്ഥയ്ക്കും പറ്റിയ ഒരു തരത്തിലുള്ള സാധനങ്ങളായിരിക്കും അന്നൊക്കെ ഉണ്ടാവേ. ശരിക്കും പ്രകൃതി തരുന്നത് അതിനനുസരിച്ചിട്ടുള്ള കനികൾ തന്നെയാണ് നമ്മൾ ആ കാലത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ തണ്ണിമത്തങ്ങയുടെ കാലമല്ലേ, അല്ലാതെ മഴക്കാലത്ത് അട്ട ഉണ്ടാവില്ലല്ലോ. തണ്ണിമത്തൻ നമ്മുടെ ശരീരത്തിന് പിന്നെ ആവശ്യമാണ്. അന്നൊക്കെ നമ്മുടെ ചൂടുകാലത്ത് അച്ഛനൊക്കെ രാവിലെ ഉള്ളിയൊക്കെ ചേർത്തിട്ട് വെള്ളം തലേദിവസം അമ്മ പിന്നെ ശർക്കരയും ചെറിയ ഉള്ളിയും കൂടി ചതച്ച് പച്ചവെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് രാവിലെ ചൂടുകാലത്താവുമ്പോ എന്നിട്ട് അത് രാവിലെ കുടിക്കും. അതിനെന്തെങ്കിലും എന്തോ ഒരു ഗുണമുണ്ടോ എന്ന് തോന്നുന്നു. ഞാനും കഴിച്ചിട്ടുണ്ട്. കഫക്കെട്ടിനൊക്കെ നല്ലതാവും. തണുപ്പ് കിട്ടും ശരീരത്തിന്. ശർക്കരയും ഉള്ളിയാവും. ഇനി അതൊരു വട്ടം കൂടി എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കൂണ്, ഇടിവെട്ടുമ്പോ ഉണ്ടാവണ കൂണില്ലേ, അതുപോലെ തന്നെ പറിച്ചൊന്ന് നന്നാക്കി വൃത്തിയാക്കിയിട്ട് അതേ കാലത്തല്ലേ മത്തന്റെ ഇല ഉണ്ടാവുക. അപ്പൊ മത്തന്റെ തളിയുടെ ഇലയില് ഇത് പൊതിയും. ചെറിയ ഉള്ളിയും മുളകും ഉപ്പും ചേർത്ത് അരയ്ക്കും. പച്ചമുളകില്ല. അല്ല, കൂണ് അരയ്ക്കുവോ? അല്ല, ഉള്ളിയും ചുവന്ന മുളകും ഉപ്പും ചേർത്ത് അരച്ചിട്ട് ഈ കൂണില് പുരട്ടും. കഷ്ണം നോക്കി വെച്ച കൂണില് പുരട്ടിയിട്ട് ഇളയ മത്തന്റെ ഇലയിൽ പൊതിയും. വീണ്ടും 2-3 ഇളയ മത്തന്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് പിന്നെ മൂത്ത ഇലയിലും പൊതിയും. എന്നിട്ട് ഈ അടുപ്പില് വെണ്ണീരില് കണലില് പൂഴ്ത്തി വെച്ചിട്ട് മൂടി വെക്കും. ചുട്ടെടുക്കും. അത് കുറച്ചേരം കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോ മേലുള്ള ഇല 1-2 ഇലയിൽ കളയും. പിന്നെ ഉള്ളിലുള്ള ആ കൂണ് മേലെയും ഒന്നിച്ച് കഴിക്കാം. അതല്ലേ, അത് നോക്കിയിട്ടില്ലല്ലോ. നല്ല ടേസ്റ്റ് ആണ്. മത്തന്റെ ഇല കൂണ് കിട്ടാനില്ല. അപ്പൊ പണ്ടൊക്കെ ഇടി വെട്ടുമ്പോയിട്ട് പിന്നെ കൂണിന് ടേസ്റ്റ് ഈ കൂൺ കൃഷി ചെയ്തിട്ടുണ്ടാക്കണം. അതില്ല, അതിങ്ങനെ കൃത്രിമ വെളിച്ചത്തിൽ ഉണ്ടാകല്ലേ. ഓരോ ഇടി വെട്ടുമ്പോഴും കൂണിടിയാണെന്ന് തിരിച്ചറിയുമായിരുന്നു. അവര് പറയും, അമ്മയൊക്കെ അങ്ങനെ അവരൊക്കെ പറയും. അപ്പൊ ചേമ്പിലെയോ വലിയ ശബ്ദം ഉണ്ടാവില്ല. ഇല്ല, ഒരു അപ്പൊ ഉറപ്പാണ് കൂണുണ്ടാവും. പിന്നെ ചില പ്രത്യേക സ്പോട്ടിലായിരിക്കും, കുന്നിന്റെ പുറത്തോ അല്ലെങ്കിൽ വയലിലൊക്കെ ചില പ്രത്യേക സ്പോട്ടിൽ എല്ലാ കൊല്ലവും കൂണുണ്ടാവും. പുറ്റിന്റെ അടുത്തൊക്കെ. അപ്പൊ ഈ മത്തങ്ങന്റെ ഇലയും ചേമ്പിന്റെ ഇലയൊക്കെ കൊണ്ടുപോവാ അതാക്കാൻ വേണ്ടിട്ടേ. ചെറിയ ചെറിയ കറികൾ ഇപ്പൊ മുരിങ്ങയുടെ ഇലയൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിലുള്ള ഇപ്പൊ നമ്മളൊക്കെ മരുന്നടിച്ച സാധനങ്ങളല്ലേ കഴിക്കും. മുരിങ്ങയുടെ ഇലയൊക്കെ വെറുതെ നാളികേരൊന്നും അരയ്ക്കാതെ താളിച്ച് വെച്ചെടുക്കില്ലേ. ഞാൻ പണ്ടോർക്കാണേ ഈ മുരിങ്ങേന്റെ ഇല തിന്ന ബുദ്ധി ഉണ്ടാവത്രേ. അങ്ങനെ ആരോ പറഞ്ഞു കേട്ടിട്ട് പച്ച മുരിങ്ങയില പറിച്ചിട്ട് പ്ലേറ്റിലിടുക, ഉരിയിട്ടിടുക, എന്നിട്ട് അതിന്റെ മേലേക്ക് ചൂട് കഞ്ഞി ഒഴിക്കുക. പടം അത് വേവുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ കുറെ കഴിച്ചിട്ടുണ്ട്. സംഭവം ഇപ്പൊ ഈ പറഞ്ഞതിന്റെ തന്നെ ഈ മുരിങ്ങയുടെ ഇല ഒരു ലേശം കുറച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിന്റെ മേലെ ചൂട് ചോറ് പൊത്തി വെക്കുക കുറച്ച്.
കുറച്ചു നേരം കഴിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ അയലോടെ പോയി കഴിക്കുക. കൊളസ്ട്രോൾ കുറയും പറയുന്നത് അറിയില്ല. നമ്മളതൊന്നും സ്ഥിരമായിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പ്രഷർ കുറയും കേട്ടോ, ഉറപ്പാണ്. പ്രഷർ കുറവുള്ള ഒരു മുരിങ്ങയില കൂട്ടാൻ 2-3 പ്രാവശ്യം കഴിച്ചാൽ മതിയായിരിക്കും. പണ്ടൊക്കെ നമ്മളത് കഴിച്ചു. നമ്മള് പറയാനും പേടിയാണ്. പറഞ്ഞ പോലെ മുറിവൈദ്യനാളെ കൊല്ലെന്ന് പറയുമ്പോൾ നമ്മള് പറഞ്ഞത് അതെ, പ്രഷർ കേട്ടിട്ടുള്ള അറിവാണല്ലോ. പക്ഷെ എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാലോ. പ്രഷർ കുറഞ്ഞു ഇപ്പൊ അതിന് മാത്രം അങ്ങോട്ട് കഴിക്കില്ലല്ലോ. അതിനെ കൂട്ടാൻ കഴിക്കുള്ളൂ. ചെറിയ അളവിൽ മതി. പിന്നെ ഏത് സാധനമായാലും നമ്മൾ ഒരേ സ്ഥിരമായിട്ട് കഴിക്കുന്നത് തന്നെ ദോഷാണേ. എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ദോഷാണ്. ഇപ്പൊ മുരിങ്ങയിലയുടെ പൊടി കിട്ടും പറഞ്ഞേക്കാം വാങ്ങാന്. ആ, മുരിങ്ങയില പൊടിച്ചിട്ട് അതിന്റെ ഒരു ഗുണം ഒക്കെ വർണ്ണിച്ചുകൊണ്ട് കിട്ടാനില്ലാത്തവർക്കത് നല്ലതായിരിക്കും. പക്ഷെ നമ്മള് പറയും ചക്കക്കുരൊക്കെ ഇപ്പൊ രാജാവല്ലേ. ചക്കക്കുരു മുരിങ്ങയിലയും ചക്കയും അല്ലെങ്കിൽ ചക്കക്കുരൊക്കെ പടിക്ക് പുറത്തായ അല്ലെ കഞ്ഞി. പക്ഷെ അന്നുണ്ടായിരുന്ന ആളുകൾക്ക് അങ്ങനെ അസുഖം ഉണ്ടായിരുന്നില്ലല്ലോ. അവരൊക്കെ എത്ര കാലം ജീവിച്ചു ആരോഗ്യത്തോടെ. അവര് 70 വയസ്സായാലും 80 വയസ്സായാലും പാടത്തും പറമ്പിലൊക്കെ കൃഷി ചെയ്യണം, പണിയെടുക്കണം. തലയിൽ നരക്കില്ല. ജരാനരകളും നര ഉണ്ടാവും. അതൊരു പ്രായം കഴിഞ്ഞാല് കുട്ടി നര അല്ലല്ലോ. 60 വയസ്സ് കഴിഞ്ഞാല് നരയ്ക്കാനും തുടങ്ങായിരുന്നല്ലോ. ചക്കക്കുരു ഒക്കെ എല്ലാം ആഗോളതാപനം എന്ന് പറഞ്ഞിട്ട് എസിനൊക്കെ നമ്മള് വെക്കുന്നു. എസി ചൂടല്ലേ പുറത്തുള്ള മുഴുവൻ. ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ എത്ര എസികളാണ് ഒരു ഫ്ലാറ്റിന്. വീട്ടില് നമുക്ക് ഓരോ മുറിയിലും എസി ഇല്ലാണ്ട് പറ്റില്ല. അങ്ങനെയാണ്. സൂര്യനിപ്പോൾ മരങ്ങൾ കുറവാണ്, വെട്ടി നശിപ്പിക്കുന്നത് വേറെ. പിന്നെ ഈ വീടും റോഡും ഉണ്ടാകണമെങ്കിൽ മരങ്ങൾ ഉണ്ടെങ്കിൽ പറ്റില്ലല്ലോ. ഉള്ള സ്ഥലം ഭക്ഷണ രീതി തന്നെയാണ്. ചേമ്പിന്റെ തണ്ട്, ചേമ്പിന്റെ ഇല കൊണ്ട് കെട്ടിയിട്ടുള്ള പരിപാടിയല്ലേ. അതുണ്ട്. പിന്നെ ചേമ്പിന്റെ ഇല കൊണ്ട് തോരൻ പോലെ ഉണ്ടാക്കുന്നുണ്ട്. ചേനയുടെ ഇല, ചേനയുടെ പൂവ്, പയറിന്റെ ഇല. പയറിന്റെ ഇലയില് ഭയങ്കര അയണാണ് അത്രേ. അത് പയറ് കൃഷി ചെയ്യുന്നത് മണ്ണിന് നല്ലതാണ്. അതെ, എന്താ അറിയാലോ, നൈട്രജനൊക്കെ. പയറിന്റെ ഇല അതിനൊരു ഒരു ഒര ഉണ്ടാവുമല്ലോ, തളിരെടുക്കണം. പയറിന്റെ ഇല അപ്പൊ നമ്മള് പയറ് വതയ്ക്കുമ്പോൾ ആദ്യം ആ പയറിന്റെ തലയും കൂടി പൊട്ടിച്ചോണ്ട് വരും കറി വെക്കാൻ. അപ്പൊ പിന്നെ കൂടുതൽ ചിലപ്പോ ഉണ്ടാവുകയും ചെയ്യും. പയറിന്റെ ഇലൊക്കെ തിന്ന കാലം മറന്നിട്ട് പോലെയാണോ പറയുമ്പോ. അരിയും വറുത്തതും കടുകും അരിയും ചുവന്ന മുളകും കറിവേപ്പിലയും അതൊക്കെ നല്ല നല്ല ഭക്ഷണങ്ങളായിരുന്നു. നാടൻ മത്തൻ കിട്ടാനില്ലല്ലോ ഇപ്പൊ. കുരുവില്ലാത്ത ഒരു മഞ്ഞ കളറ് ചോപ്പ് കളറൊക്കെ. അതെ, പഴയ മത്തൻ വെള്ള കളറായിരിക്കും മുറിച്ച് വെച്ചിട്ട്. അത് നാടൻ മത്തൻ. കുമ്പളങ്ങ ഉണ്ടോ കിട്ടാനുള്ളൂ ഇപ്പൊ? കട്ടിയുള്ള തോലുള്ള കുമ്പളങ്ങ ഇപ്പൊ ഇളവനാണ്. മൂത്തതൊന്നുമില്ല, ഒക്കെ ഇളയതാ. വയനാട്ടിലുണ്ടോ ഒരു വടക് എന്നിട്ട് സാധനം ഉണ്ടാക്കില്ലേ? വടക് മുറത്തില് അല്ല, അതെ, അത് പിന്നെ ചുണ്ടങ്ങ കൊണ്ട് ഉണ്ടാക്കും, കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കും, മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കും, വെറും ചോറുകൊണ്ട് ഉണ്ടാക്കും. അത് ഈ കൈപ്പക്കയൊക്കെ നമ്മൾ ഉണങ്ങി വെക്കുന്നത് പോലെ ഒരു വടകിട. അത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളേന്റെ ചേര് എന്ന് പറഞ്ഞൊരു സൂത്രം ഉണ്ടല്ലോ, പണ്ട് നെല്ലൊക്കെ. അതിന്റെ താഴെ ഈ ചരങ്ങേന്റെ തന്നെ വലിയ കവർ ഉണ്ടാവും, അതിന്റെ ഒരു ഓട് അതിന്റെ ഉള്ളിലൊക്കെ ഇട്ട് വെക്കും. അപ്പൊ പുക തട്ടും ചെയ്യും, അത് കേടാവുകയില്ല. അവിടെയാണ് വടകം. കുമ്പളങ്ങ വടകം പിന്നെ ചോറിൽ ഉണ്ടാക്കണത്. അരിമണി വറുത്ത് പൊടിച്ചിട്ട് കുമ്പളങ്ങ വേവിച്ചതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം, ചെറുതായിട്ട് വേവിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി അരക്കില്ല കൈകൊണ്ടാണ് ഇങ്ങനെ ആക്കണേണ്ടത്. എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇപ്പോഴത്തെ ഈ എന്താ പറയാ സോയാബീന്റെ അതേപോലെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് പുതിയ മുറം വാങ്ങും. മെഴുകണ നമ്മൾ മുറം വാങ്ങി മെഴുകുന്നതിന് മുമ്പ് അങ്ങനത്തെ മുറത്തിലിട്ടിട്ട് തിരിച്ചു മറിച്ച് കുറേ ദിവസം ഉണങ്ങണം, നല്ല വെയിലത്ത്. ഉള്ളൊക്കെ ഉണങ്ങണ്ട. കാന്താരിമുളക് ചേർക്കും, കായം ചേർക്കും ചില വടകില്. പക്ഷെ ഉള്ളി ചേർക്കുന്നതായിട്ട് അറിയില്ല. അമ്മ ഉണ്ടാക്കും. എനിക്ക് ഒന്ന് കേടായി പോകുന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ഉള്ളി ചേർത്തിട്ട് ജീരകം ചേർക്കും. ചുണ്ടങ്ങയിലൊക്കെ അതൊക്കെ മഴക്കാലത്തേക്ക് വേണ്ടിയാണ് ശരിക്കും ചെയ്യണത്. കഞ്ഞിയുടെ കൂടെ മോരൊക്കെ ഒഴിച്ചതിന് ശേഷം, മോരൊഴിച്ച് കഞ്ഞി കുടിക്കല്ലോ രാവിലെ, അതിന്റെ കൂടെ ഈ വടക് ഉണങ്ങിയ മുളക് വറുത്തതും ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ
ഉണ്ടാക്കാൻ ചിക്കൻ കൊണ്ടാട്ടമൊക്കെ തോറ്റു പോകും. കപ്പ വേവിച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കും. ആ നൈസായി മുറിച്ചിട്ട് അത് എന്നിട്ട് വറക്കണേന് മുന്നേ അതൊന്ന് മുളക് പൊടിയോ അല്ലെങ്കിൽ എള്ള് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യും. കുടയുള്ളൂ, അങ്ങനെ ഇളക്കില്ല ഉടക്കില്ല. എന്നിട്ട് അത്യാവശ്യം വേവണം, എന്നാലേ അത് ഉണങ്ങി വരുമ്പോ വറക്കുമ്പോ ഇങ്ങനെ പൊരിഞ്ഞു വരും, അല്ലെങ്കിൽ കല്ലിച്ചു. അതെ, കപ്പ പലപ്പോഴും അങ്ങനെ പണ്ട് വന്നു കഴിഞ്ഞാൽ പലഹാരങ്ങളുണ്ടാവും. ഈ കുമ്പളങ്ങി അങ്ങനെ ചെയ്യും, നൈസായി മുറിച്ചിട്ട് അതുപോലെ വേവിച്ചിട്ട് നമ്മൾ ചുള വറക്കുന്നില്ലേ അത് പച്ചയ്ക്ക് വറക്കണത്, അതല്ലാതെ വേവിച്ച് ഉണക്കി വെക്കും. പിന്നെ മഴക്കാലത്ത് ചക്ക പുഴുങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യലുണ്ട്. ഈ ചക്ക കൊണ്ടാട്ടം ഉപ്പുമുളക് പൊടി തൂക്കിയിട്ട് അത് വേണം കിട്ടാൻ മതി. ഇല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഉണക്കി വെക്കും. അത് ചായക്ക് എടുക്കാൻ വേണ്ടിട്ട് വൈകുന്നേരത്തെ ചായക്ക് ചക്കപ്പപ്പടം അത് ഞാൻ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. മെനക്കേടാണ്, പക്ഷെ അതുണ്ടല്ലോ നമ്മൾ അത് ചെയ്യുമ്പോ ഉണ്ടാവുന്ന ഒരു സംതൃപ്തിയും അതിന്റെ ഒരു രുചിയും സുഖവും വേറെ. ഈ ചക്കപ്പപ്പടം വടുകൊക്കെ ഉണ്ടാക്കുമ്പോഴേ നൈസായിട്ട് പരത്തി വേവിച്ച് അരച്ചിട്ടല്ലേ വിചാരിച്ചിട്ടാ വാഴയിലൊക്കെ ഉണ്ടാവും അതിനകത്ത് ഉണക്കി എടുക്കുമ്പോ. അതൊക്കെ വലിയ വാവട്ടമുള്ള കുപ്പിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് എത്ര കാലം നൈസായിട്ട് ഒരു പ്രിസർവേറ്റീവും ഇല്ലല്ലോ, ഒന്നുമില്ല. നമുക്കെല്ലാം വാങ്ങാൻ ഇല്ലല്ല. ചക്കപ്പപ്പടം വറുത്ത് കൊടുക്കും, കപ്പേന്റെ പപ്പടം. അതെ, കപ്പ വെള്ളുണക്ക് കപ്പ അറിയില്ലേ, വാട്ടാതെ കപ്പ ഇങ്ങനെ നൈസായിട്ട് മുറിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കും, വെള്ളുണക്ക് എന്നാ പറയാ. അത് ഇടിച്ചിട്ട് പുട്ടുണ്ടാക്കും, കപ്പപ്പൊടി. അതിനോട് തന്നെ ഈ കപ്പ പപ്പടം ഉണ്ടാക്കും. കൂടെ ജീരകവും മുളകും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കും. അതും പിന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാതെ. ഇപ്പൊ കേൾക്കണവർക്കൊക്കെ ഇത് അറിയാവോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അമ്മമാര് ചെയ്തിരുന്നതിന്റെ ഒരു അംശം പോലും നമ്മളൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഇങ്ങനെ റെഡിമെയ്ഡ് കിട്ടുമല്ലോ. പക്ഷെ അതിന്റെ ഗുണം എന്താണെന്ന് അറിയുന്നില്ല. അമ്മിയില് അല്ലെങ്കിൽ ആട്ടുകല്ലിലൊക്കെ അരച്ചിട്ടായിരുന്നു ചക്കപ്പൊട്ടൊക്കെ ഉണ്ടാക്കി അരച്ചിക്കണ്ടേ, അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ മിക്സിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ യോഗയ്ക്ക് പോകുമ്പോ ഈ അതിലൊരു എക്സസൈസ് ഈ അമ്മിയിൽ അരക്കുന്ന പോലെ കയ്യാ, അതേപോലെ ഒലക്ക കുത്തുന്ന പോലെ, വെള്ളം വലിക്കുന്ന പോലെ, തുണി അലക്കുന്നത് പോലെ വാങ്ങിച്ചാൽ പിന്നെ പണിയെടുപ്പ് ശരിക്കും. അതായത് നമ്മുടെ ബോഡിക്കുള്ള എക്സസൈസ് യഥാർത്ഥത്തിൽ ആ ബലം അതെ കൈക്ക് മാത്രമല്ലല്ലോ, പക്ഷെ അതങ്ങനെ ചെയ്യുന്നുണ്ടേ. അപ്പൊ പഴയത് നല്ലതാണെന്ന് അറിയുകയും ചെയ്യാം, പഴയതിലേക്ക് പോകുന്നുണ്ട്. അമ്മിക്കുട്ടി നമ്മൾ അരയ്ക്കുമ്പോ ഒരു അമ്മിക്കുട്ടി കയ്യിലുണ്ടല്ലോ, അതിന്റെ ഫോഴ്സ് ഉണ്ടാക്കി വെറുതെ കൈയാക്കുമ്പോ ആ ഫോഴ്സ് ഒന്നും കിട്ടില്ല. ഇവിടെ ചലിക്കും, അത്രേ ഉള്ളൂ, ചലിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു ശക്തി കിട്ടുന്നില്ലല്ലോ അല്ലെ. ആക്ഷന്റെ ശക്തി മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ ആ അമ്മിക്കുട്ടി തന്നെ വേണം കയ്യില്. നമുക്കും അറിയാം, എന്നാലും നമ്മളും കരണ്ട് പോയാൽ അന്ന് രസമല്ലേ ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ നൂഡിൽസ്. പക്ഷെ ഇതൊക്കെ സമയമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ താല്പര്യമില്ല, എല്ലാം ഈസി ആയിട്ട് കിട്ടും, ആരൊക്കെ ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ പിന്നെ മരുന്ന് വാങ്ങി കുടിക്കാം അല്ലേ, വളരെ വേഗം മരുന്ന് ഭക്ഷണം ആക്കേണ്ടി വരും. എന്താ ഗ്യാസിനുള്ള ഒരു മരുന്നില്ലേ, എന്താ പേര്, ജലൂസിന്റെ ഒരു പരസ്യമില്ലേ, ഒരു തടിയിൽ ഇങ്ങനെ TV കണ്ടോണ്ടിരിക്കുന്നു, അതിലെന്തൊക്കെയോ കുറയ്ക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഇതും കഴിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാം. അതുപോലെ പറഞ്ഞാല് ലഡുവിനനുസരിച്ച് കുത്തിയിട്ട് വേണമെങ്കിൽ ലഡു കഴിക്കാം, അപ്പൊ പിന്നെ ഷുഗർ ഉണ്ടാവില്ല. കാലം അങ്ങനെ അങ്ങ് പോയി. ഇനിയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇപ്പൊ ചാനലിലും ഒക്കെ ഓരോ പഴയ ഐറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട്, അത് കണ്ടിട്ടൊക്കെ വെള്ളമിറക്കിയിരിക്കാം. അതെ, കുട്ടികൾക്കൊക്കെ അതൊക്കെ അമ്മമാര് പറ്റുന്നത്ര ഉണ്ടാക്കി കൊടുക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ എന്താ പറയാ, കുട്ടികൾക്ക് ഒരു 10-17 വയസ്സ് വരെയൊക്കെ ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ, പിന്നെ അവര് പോയി സ്ഥലത്തില്ലല്ലോ. ഇപ്പൊ ഇഷ്ടമില്ലെങ്കിൽ അവര് ഇന്നെന്താണ് കറി എന്ന് ചോദിക്കും, ഇഷ്ടമില്ലെങ്കിൽ എന്നാ ഞാൻ ഓർഡർ ചെയ്യാണെന്ന് പറയും. അവരുടെ ടേസ്റ്റ് ഒക്കെ ശരിക്കും നാവിന്റെ ആ ലെങ്ത്തിലുള്ള ടേസ്റ്റ് മാത്രമേ അവര് നോക്കുന്നുള്ളൂ, വയറിലേക്ക് അത് എങ്ങനെ കൊള്ളും. എന്തൊക്കെ തരം ചമ്മന്തികളുണ്ട്, ഒരുപാട് ചമ്മന്തികളല്ലേ, അതുണ്ടായാൽ തന്നെ മതി. ഇപ്പറഞ്ഞ പോലെ കൂണ് ചമ്മന്തി, പുളിയിലയുടെ ചമ്മന്തി, കാന്താരി മുളക്, ഉള്ളി ഉടയ്ക്കും, ചെറിയ ഉള്ളി, പച്ച വെളിച്ചെണ്ണയും കൊണ്ടും ചണ്ടങ്കപ്പേന്ന് മുറ്റങ്ങളൊക്കെ തിന്നാല്. ഉപ്പുമാങ്ങല്ലേ, ഉപ്പുമാങ്ങ എടുത്ത് വെച്ചിട്ട് അതിന്റെ ഗോമാങ്ങയൊക്കെയാണെങ്കിൽ അങ്ങനെ ശരിക്കും വീർത്ത് വരും, കട്ടി ഉണ്ടാവില്ല. നാടൻ മാങ്ങയുടെ ഉപ്പുമാങ്ങയാണെങ്കിൽ കുറച്ച് കട്ടി ഉണ്ടാവും, ചീപ്പായിട്ട്. ഇത്
അതിന് തൊട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോണ പോലത്തെ മാങ്ങ ഉണ്ടാവും അങ്ങനെ വീർത്തിട്ട്. അത് ചെറിയ ഉള്ളിയും കാന്താരിമുളകും കൂടി ഉടയ്ക്കും. കൈ കൊണ്ട് ഉടച്ചാൽ മതി. ഗോമാങ്ങയാണെങ്കിൽ അങ്ങനെ അടയും. അപ്പൊ അത് നല്ലൊരു കൊഴുപ്പ്. വേറെ ഒന്നും വേണ്ട ഉപയോഗിക്കാൻ. ശരിയാണ് കേട്ടോ. അതൊക്കെ ഒന്നുകൂടി നോക്കണം. മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതെ, അത് കോമാങ്ങ കിട്ടണം. അത് അപ്പോഴാണ് ശരിക്കും അത് വെട്ടന്ന് കൊളുത്തു എന്നാ പറയാ. പക്ഷെ അതാണ് ശരിക്കും ഉടഞ്ഞു വരിക. ശരി കേട്ടോ. അതൊക്കെ ഞാൻ ഒരുപാട് തരം മാങ്ങകളുണ്ടല്ലോ. ഇത്ര മാങ്ങകൾ ഇപ്പൊ നമ്മൾ പുതിയ പുതിയ ആന്തൂരി ഓർക്കിഡ് ഒക്കെ കേൾക്കുന്ന സൈസിലുള്ള പുതിയ മാങ്ങേന്റെ പേരാണ് കേൾക്കുന്നത്. പുതിയ പുതിയ മാങ്ങകൾ നമ്മളുണ്ടായിരുന്ന കാലത്തൊക്കെ ഒളോറും കിളിച്ചുണ്ടൻ, ഒരു മൈലാപ്പൂ എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് ഉണ്ട് പുതിയ പുതിയ പേരുകൾ. നമ്മുടെ നാട്ടിലില്ലാത്ത കുറെ പല മാങ്ങകളും ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലുള്ളത് നാടൻ മാങ്ങയുടെ വെറൈറ്റികളാണല്ലോ. അല്ലാണ്ട് ഒന്നും ഇപ്പൊ ഒരു ഫാമിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പോയി വാങ്ങിക്കൊണ്ട് വരുന്നതല്ലല്ലോ, തനിയെ ഉണ്ടാവുന്നതല്ലേ. കഴിക്കാം. മാങ്ങാക്കാലമൊക്കെ ആവുമ്പോ രാവിലെ പല്ല് തേച്ച ഉടനെ ഒരു ബക്കറ്റ് മാങ്ങ പറമ്പെന്ന് പറിക്കുന്നത്. അതെല്ലാരും കൂടി കഴിച്ചു കഴിഞ്ഞിട്ടാ പിന്നെ പ്രഭാത ഭക്ഷണം കഴിക്കുക. രാവിലെ തന്നെ മാങ്ങ വെറും വയറ്റിൽ എത്രയാ തിന്നത്. എന്നാണ് സൂക്കട് പിടിക്കും തോന്നുക. ഉണ്ടാവും. അതെ, കശുവണ്ടി കാലം വന്നാല് സിഡ്നീസൊക്കെ കറ പിടിച്ചിട്ടുണ്ടാവും. കശുവണ്ടി പറങ്കി മാങ്ങയുടെ ഒരു ടേസ്റ്റ്. പറങ്കി മാങ്ങ കഴിച്ചിട്ടില്ലേ? പറങ്കി മാങ്ങയ്ക്ക് ചവർപ്പും ഭയങ്കര എന്താ പറയാ, കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാറലാണ്. പക്ഷെ അതിന്റെ വാസന നമ്മളെ കഴിപ്പിക്കും. വാസനയാണ് പറങ്കി മാങ്ങയ്ക്കല്ലേ. അത് കൊറേ നേരം ആ ചണ്ടി ഇങ്ങനെ ചവയ്ക്കുമ്പോ നല്ല ടേസ്റ്റാ. അതെ, പഴയ ബബിൾ ഗം. കൊറേ നേരം ചവയ്ക്കുമ്പോ അതിന് ഭയങ്കര ഒരു വേറെ രുചി ഇങ്ങോട്ട് വരും. അത് കുട്ടികളെ തോന്നൂലേ, അങ്ങനെ ചവച്ചോണ്ടിരിക്കും. എത്ര കഴിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ ചതിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാണ് പലതരത്തിലും. വർത്തമാനം കൊണ്ടാണെങ്കിലും ചതിക്കുന്നത്. അപ്പൊ നാവറിഞ്ഞു വേണം എല്ലാം ചെയ്യാൻ. എന്നാ പിന്നെ നാളെ പറ്റി ചിന്തയുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണുമായിരിക്കും. വണക്കം.